കോഴിക്കോട് പേരാമ്പ്രയിൽ ബസ്സിടിച്ച് വിദ്യാർത്ഥി മരിച്ചതിൽ വ്യാപകമായ പ്രതിഷേധം. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകൾ തടയുകയാണ്. അതിൻ്റെ ദൃശ്യത്തിലേക്ക് പോകാം. മരുതോങ്കര സ്വദേശി അബ്ദുൽ ജവാദാണ് ഇന്നലെ ബസ്സിടിച്ച് മരിച്ചതിൻ്റെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ശരിയാണ്. സമീർ സി മുഹമ്മദ്, ഈ പ്രതിഷേധം ആരൊക്കെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്? വലിയ ആൾക്കൂട്ടമാണല്ലോ അവിടെ ഉള്ളത്. SKN സ്വകാര്യ ബസ് ഇടിച്ച് വിദ്യാർത്ഥി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. യുവജന സംഘടനയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ പ്രതിഷേധം തുടരുന്നത്. കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ ഓടുന്ന സ്വകാര്യ ബസ്സുകൾ അമിത വേഗതയിൽ ഓടുകയും അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നിരവധി സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിനകത്തെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇന്നലെ പേരാമ്പ്രയിൽ ഉണ്ടായിട്ടുള്ള അബ്ദുൽ ജവാദ് എന്ന 19-കാരന്റെ മരണം. ആ സംഭവവുമായി ബന്ധപ്പെട്ടാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ പ്രതിഷേധം. ഇന്ന് സ്വകാര്യ ബസ്സുകൾ തടയുമെന്ന് നേരത്തെ തന്നെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഡിവൈഎഫ്ഐയും പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ് തുടരുന്നത്. അതോടൊപ്പം തന്നെ പോലീസും അതുപോലെ തന്നെ മോട്ടോർ വാഹന വകുപ്പും ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുന്നില്ല എന്നാരോപിച്ചുകൊണ്ടാണ് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത്. ഈ വേളയിലാണ് പോലീസ് ജീപ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടുള്ള വാഗ്വാദവും പിന്നീട് അത് പോലീസും അതുപോലെ തന്നെ യുവജന നേതാക്കളും തമ്മിലുള്ള ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ജീപ്പ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഈ പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. വലിയ പ്രതിഷേധം തുടരുകയാണ്. സ്വകാര്യ ബസ്സുകൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധമായിക്കൊണ്ട് യുവജന വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് പോകുന്നത്. SKN വിവരങ്ങൾ നൽകിയത്.